കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSSന്റെ കാവ്യ അജണ്ട പ്രതിഷ്ഠിക്കാനുള്ള കേരള ഗവർണറുടെ ഗൂഢനീക്കത്തിനെതിരായ SFIയുടെ അതിശക്തമായ പ്രക്ഷോഭത്തെ ഇകഴ്ത്താനാണ് പതിവ് പോലെ ചില മാധ്യമങ്ങളും നിഷ്പക്ഷ മൂടുപടമണിഞ്ഞ ചില രാഷ്ട്രീയ നിരീക്ഷകരും ശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു എന്നാണ് അവരുടെ വിലാപം. പക്ഷേ ആ വിലാപത്തിന് പിന്നിലെ കുടിലത കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതിനാൽ അവർ വിലപിച്ചുകൊണ്ടേയിരിക്കട്ടെ. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരണത്തിൽ നിന്ന് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതൊരു നിലപാടാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുകയെന്നത് RSSന്റെ മുഖ്യ അജണ്ടയാണ്. അതിനാകട്ടെ പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആ അജണ്ട നടപ്പാക്കി. എന്നാൽ കേരളത്തിൽ ആ പരിപ്പ് വെന്തില്ല. സ്കൂൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ പരിപാടിയും കൊണ്ട് വന്നപ്പോഴൊക്കെ സംഘപരിവാറുകാരെ കണ്ടം വഴി ഓടിച്ചിട്ടുമുണ്ട് കേരളം. അതോടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ഇപ്പോൾ ഗവർണറെ ഉപയോഗിക്കുന്നു സംഘപരിവാർ. ആദ്യം ആരിഫ് മുഹമ്മദ് ഖാൻ, ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹത്തിന്റെ പാവകളായ VC-മാർ അവരെ ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള കളികൾ. 1999 വാജ്പേയി പ്രധാനമന്ത്രിയും മുരളി മനോഹർ ജോഷി മാനവ വിഭവശേഷി മന്ത്രിയായിരുന്നപ്പോൾ തുടക്കമിട്ടതാണ് സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ മതനിരപേക്ഷതയിലൂന്നിയ സിലബസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ. BJP അധികാരത്തിൽ വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂൾ വിദ്യാഭ്യാസം കാവ്യവൽക്കരിച്ചായിരുന്നു ഈ പരീക്ഷണത്തിന്റെ തുടക്കം. UP, രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിരുന്നു ആദ്യ പരീക്ഷണം. അവിടങ്ങളിൽ സിലബസ് ഹിന്ദുത്വവൽക്കരിച്ചു. സ്വന്തം സിലബസ് തയ്യാറാക്കി RSS നേതൃത്വത്തിൽ സമാന്തര വിദ്യാലയങ്ങൾ തുടങ്ങി. ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളും പൗരോഹിത്യ പരികൽപ്പനകളും കുത്തിനിറച്ചു. വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയായിരുന്ന മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ബഹുസ്വരതയും ബഹുഭാഷയും സമത്വവും സിലബസിൽ നിന്ന് പുറത്തായി. ഗുജറാത്തിലെ പാഠപുസ്തകത്തിൽ ഹിന്ദുക്കളെ ന്യൂനപക്ഷങ്ങളാക്കുവാൻ ശ്രമിക്കുന്ന വിദേശീയരായി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവതരിപ്പിച്ചു. ദിനനാഥ് ബത്രയുടെ 8ഓളം പുസ്തകങ്ങൾ പ്രാഥമിക വിദ്യാലയങ്ങളിൽ വിതരണം ചെയ്തു. രാജസ്ഥാനിലെ പാഠഭാഗങ്ങളിൽ മുഗൾ ഭരണാധികാരി അക്ബറെ അക്രമകാരിയായി ചിത്രീകരിച്ചു. ഹിന്ദു രാജാവായ മഹാറാണ പ്രതാപ് അടക്കമുള്ളവരെ വാഴ്ത്തുന്ന പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തി. വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും ധീരതയും വർദ്ധിപ്പിക്കുന്നതിനായി ഉദയ്പൂരിലെ ഗൗരവ് പ്രതാപ് കേന്ദ്ര എന്ന RSS സ്ഥാപനം സന്ദർശിക്കാൻ സർക്കാർ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി. 1999 AB വാജ്പേയി നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതോടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ RSS ദേശീയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. കടുത്ത RSSകാരനായിരുന്ന മാനവ വിഭവശേഷ മന്ത്രി മുരളി മനോഹർ ജോഷിയുടെ പിന്തുണയോടെ കാര്യമായ ഇടപെടൽ ആരംഭിച്ചു. പാഠ്യപദ്ധതി ഹിന്ദുത്വവൽക്കരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങളും കൊണ്ടുവന്നു. എന്നാൽ ഭരണ തുടർച്ച കിട്ടാതായതും കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങളുടെ ശക്തമായ പ്രതിരോധവും കാരണം ഈ നീക്കം വിജയിപ്പിക്കാനായില്ല. തുടർന്ന് മികച്ച അവസരത്തിനായി കാത്തിരുന്നു RSS. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെ കൂടുതൽ കരുത്തോടെ രംഗത്ത് വന്നു. എന്നാൽ ഈ പരോക്ഷമായ അട്ടിമറിയെ എക്കാലത്തും ശക്തമായി പ്രതിരോധിച്ചിട്ടുള്ളത് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന നടപടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും നാം കണ്ടു. യുക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി ഗാന്ധിവധം, പരിണാമ സിദ്ധാന്തം, നോട്ട് നിരോധനം, ബാബറി മസ്ജിദ് തകർത്തത്, ഗുജറാത്ത് കലാപം എന്നിവയെല്ലാം NCERT സിലബസിൽ നിന്നും എടുത്തുമാറ്റി. മറ്റെല്ലാ സംസ്ഥാനങ്ങളും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ഈ അജണ്ടയ്ക്ക് റാൻ മൂളിയപ്പോൾ പ്രത്യക്ഷമായി എതിർക്കുകയും ബദലായി വെട്ടിയ ചരിത്ര ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് SCERT കരിക്കുലം ആക്കി മാറ്റി പഠിപ്പിക്കുകയുമാണ് കേരളം ചെയ്തത്. കേരളത്തിൽ RSSന്റെ ഈ പരിപ്പ് വേവില്ല എന്ന് കണ്ടപാടെ തന്നെ പ്രയോഗം മാറ്റിപ്പിടിച്ച RSS ഗവർണർ ഇറക്കിക്കൊണ്ട് നിക്ഷിപ്തമല്ലാത്ത അധികാരങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ VC നിയമനങ്ങളിൽ പോലും RSS അനുകൂലികളെ കുത്തിനിറച്ചു. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരുവിധം ഷോഫുകളെല്ലാം കണ്ട കേരളം അയാളെ ഇവിടെ നിന്നും തുരത്തുകയാണ് ഉണ്ടായത്. എന്നാൽ എല്ലാം തികഞ്ഞ കൂടിയ RSSകാരനെയാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തിലേക്ക് നിയമിച്ചിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയെ സമ്പൂർണ്ണമായി കാവ്യവൽക്കരിക്കുക എന്ന മോഹവുമായാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലെ വിഷയവും രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായി നിയമിച്ച കോലാഹലങ്ങളും നാം കണ്ടതാണ്. ഇതെല്ലാം നടക്കുമ്പോൾ കണ്ടുരസിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ, കോൺഗ്രസും ലീഗും. ഗവർണറുടെ എല്ലാ സൗകര്യങ്ങളും ഇവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. സർവകലാശാലകളിൽ കൊലീബി സഖ്യങ്ങൾ വരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക VC ഡോക്ടർ P രവീന്ദ്രൻ സംഘപരിവാർ സംഘടനയായ സേവാഭാരതിയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തയാളാണ്. ഈ രവീന്ദ്രൻ ആരെന്നല്ലേ?
കോൺഗ്രസ് അധ്യാപക സംഘടനയായ കുട്ടയുടെ പ്രസിഡന്റായിരുന്നു പ്രസ്തുത വ്യക്തി. അദ്ദേഹത്തിന്റെ ഓഫീസ് മുഴുവനായും കൊലീബി ഓഫീസാണ്. BJP, കോൺഗ്രസ്, ലീഗ് സംഘടനാ നേതാക്കളാണ് ആ ഓഫീസ് ഭരിക്കുന്നത്. RSS, SFI-കാരെ ഗുണ്ടകളെന്ന് വിളിക്കുന്ന VD സതീശൻ ഇക്കാര്യങ്ങൾക്കെല്ലാം റാൻ മൂളുന്ന സ്വാഭാവിക കോൺഗ്രസ് നേതാവ് മാത്രമാണോ? അല്ല, പ്രതിപക്ഷ നേതാവിനുമുണ്ടല്ലോ ഒരു ചരിത്രം. കോൺഗ്രസിലെ നേതാവായിരിക്കെ 2006-ൽ പറവൂരിൽ നടന്ന രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗോൾവാർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് തിരികൊളുത്തിയ ആളാണ് അദ്ദേഹം. ഇക്കാര്യത്തിൽ ഇന്ന് വരെ കോൺഗ്രസിന് ഒരു എതിർപ്പുമില്ല. മിനിറ്റിന് റീലിറക്കുന്ന മാങ്കൂട്ടത്തിലിനും ഷാഫിക്കുമില്ല ഇക്കാര്യത്തിൽ എതിർപ്പ്. അല്ല, അതെങ്ങനെയുണ്ടാകാനാ? കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ VC-യും PSC ചെയർമാനുമായിരുന്ന, സർവോപരി കോൺഗ്രസ് അനുഭാവിയുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ പിൻകാലത്ത് BJP സ്ഥാനാർത്ഥിയായതടക്കം പത്മജയും അനിൽ ആന്റണിയും BJP-യിലേക്ക് പോയ പോലെ എപ്പോൾ വേണമെങ്കിലും താനും പോകുമെന്ന് പറഞ്ഞ മുൻ KPCC പ്രസിഡന്റ് വരെയുള്ള മുതിർന്ന മാതൃകാ നേതാക്കന്മാരുള്ളപ്പോൾ യൂത്ത് വിങ്ങിനെ എങ്ങനെ RSS-നെ എതിർക്കാനാകും? അല്ലേ?